ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച് ഭയങ്കര അധികം ക്ഷീണത്തോടെ തറച്ചയോടെയായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത്. ആ സമയത്തിന് രാത്രി രേവതി നടന്ന കാര്യങ്ങളൊക്കെ സച്ചിയോട് പറയും. വർഷ തനിക്ക് പ്രേതപ്പണമൊക്കെ കാണിച്ചു തന്നു എന്നും അത് കഴിഞ്ഞ് രാത്രി പലതരം ശബ്ദങ്ങളുണ്ടാക്കി അമ്മയെ പേടിപ്പിച്ച കാര്യമൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ചിരിയാണ് വരുന്നത്. അതൊന്നും എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് സച്ചി തമാശയായി പറയുമ്പോൾ രേവതിയും ഒന്ന് ചിരിച്ചു. യാത്രയുടെ ക്ഷീണം കൊണ്ട് കണ്ണ് ഭയങ്കരമായി നീറുന്നുണ്ട് എന്നും കുളിച്ചിട്ട് വരാമെന്നും സച്ചി പറയുമ്പോൾ രേവതി അവനെ തടഞ്ഞു നിർത്തി. സച്ചിയേട്ടൻ അവിടെ കിടന്നോ, ഞാൻ എണ്ണ ചൂടാക്കി കൊണ്ടുവരാം, അതൊന്ന് തേച്ച് കുളിച്ച ക്ഷീണമൊക്കെ പോയിക്കോളും എന്ന് പറയാണ് രേവതി. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോയി. ഇതേ സമയത്ത് തന്നെ വർഷ തന്റെ ഭർത്താവ് ശ്രീകാന്തിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ടീഷർട്ടുമായിട്ട് വരികയാണ്. ഇതാ നിനക്കൊരു ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വർഷ അത് കൊടുക്കുമ്പോൾ ശ്രീകാന്ത് അത് നോക്കിയിട്ട് അത്ര വലിയ താല്പര്യമില്ലാത്ത ചോദിക്കുന്നുണ്ട്. എന്റെ വർഷേ, ഈ കളർ ടീഷർട്ടൊക്കെ എന്റെ കയ്യിലുള്ളതല്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ തന്നെ വർഷക്ക് ഒരുപാടധികം സങ്കടവും ദേഷ്യവും വന്നു. ഇങ്ങനത്തെ കളർ നിന്റെ കയ്യിലില്ല എന്ന് വർഷ തറപ്പിച്ചു പറയുമ്പോൾ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ എടുത്ത് കാണിച്ചു തരാമെന്ന് ശ്രീകാന്ത് വെല്ലുവിളിച്ചു. ഇതൊരു റയർ പീസാണ് ശ്രീകാന്ത്, ഇതിന്റെ മെറ്റീരിയൽ നോക്കി എന്നൊക്കെ വർഷ പാടുപെട്ടുകൊണ്ട് വിശദീകരിക്കുമ്പോഴും ശ്രീകാന്ത് അതൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, വേണമെങ്കിൽ നമുക്ക് ബെറ്റ് വെക്കാമെന്നും പറഞ്ഞ് അവൻ പറയുന്നതോടുകൂടി കേട്ടപ്പോൾ വർഷയ്ക്ക് ശരിക്കും അങ്ങ് നിയന്ത്രണം വിട്ടു. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ആ ടീഷർട്ട് ഇങ്ങ് തന്നെ ഞാൻ കടയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തോളാം, എൻ്റെ അളവിന് എന്തെങ്കിലും പകരം എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് വർഷ ദേഷ്യത്തിൽ അവിടെ നിന്നും അത് പിടിച്ചു വലിച്ചു വാങ്ങിയതിനു ശേഷം മുറിയിൽ നിന്നങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. വർഷ ദേഷ്യം കാരണം ഒന്നും നോക്കാതെ വേഗത്തിലങ്ങ് നടന്നു പോകുന്ന സമയത്തന്നെ സച്ചിക്കുള്ള എണ്ണയുമായി രേവതി അടുത്തേക്ക് വരുന്നതായിരുന്നു. അപ്രതീക്ഷിതമായി വർഷ ചെന്ന് രേവതിയുടെ മേലേക്ക് അങ്ങ് ഇടിക്കുകയും കയ്യിലുണ്ടായിരുന്ന എണ്ണ മുഴുവൻ തറയിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. അയ്യോ സോറി ചേച്ചി, ഞാൻ കണ്ടില്ല എന്ന് വർഷ പതറിപ്പോയപ്പോൾ എന്താ വർഷേ ഇത്ര വേഗത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന് ഇടിച്ചത്, ഒന്ന് നോക്കി നടന്നൂടെ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത് തന്നെ ഓരോന്നും പറഞ്ഞ് വെറുപ്പിച്ചു. ആ ദേഷ്യത്തിൽ ഞാൻ പെട്ടെന്ന് വന്നതായെന്ന് വർഷ സങ്കടത്തോടെ പറഞ്ഞു. സാരമില്ല, ഇതൊക്കെ ഞാൻ തുടച്ചോളാമെന്നും പറഞ്ഞ് രേവതി പറഞ്ഞു. വർഷ പറയുന്നത് ഞാൻ സഹായിച്ചോളാമെന്ന് പറയുന്ന സമയത്തിന് രേവതി അതിനൊന്നും സമ്മതിക്കുന്നില്ല. വർഷ പോയിക്കോ, മോപ്പ് കൊണ്ട് തുടച്ചാൽ ശരിയാവില്ല, തുണി കൊണ്ട് തന്നെ തുടക്കണം, അല്ലെങ്കിൽ പിന്നെ എണ്ണ എല്ലായിടത്തും പടരുമെന്നും പറഞ്ഞുകൊണ്ട് രേവതി വർഷയെ മുറിയിലേക്ക് തന്നെ തിരിച്ചു വിട്ടു. വർഷ തിരിച്ച് റൂമിലേക്ക് എത്തിയപ്പോൾ ശ്രീകാന്ത് വീണ്ടും അവളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇത്ര വേഗം ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്, നിനക്ക് കാര്യം മനസ്സിലായല്ലോ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല, നിന്നോടുള്ള ദേഷ്യത്തിൽ പോയപ്പോൾ ഞാൻ അറിയാതെ രേവതി ചേച്ചിയെ ഇടിച്ചു, എണ്ണ മുഴുവൻ ഞങ്ങൾ താഴേക്ക് വീണു, ഇതില്ല കാരണക്കാരൻ നീയാണ് എന്നൊക്കെ പറഞ്ഞ് വർഷ വീണ്ടും അവനെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഈ സമയത്താണ് ചന്ദ്രമതി അമ്മ പുറത്തു നിന്നും വരുന്നത്. തറയിൽ എണ്ണ വീണതൊന്നും തന്നെ അവർ ശ്രദ്ധിച്ചിരുന്നില്ല. രേവതി തുണിയെടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയ സമയത്തായിരുന്നു ഒന്നും നോക്കാതെ ചന്ദ്രമതി നടന്നു വന്നുകൊണ്ട് തന്നെ ആ ഒരു എണ്ണയിലങ്ങ് ചവിട്ടി നേരെ തെന്നി താഴേക്ക് വീണു. ഓടി വന്ന രേവതി അവരെ പിടിക്കാൻ നോക്കുന്നതിൽ തന്നെ ഒപ്പം അങ്ങ് തെന്നി വീണു. ബഹളം കേട്ട് സച്ചിയും ശ്രീകാന്തുമൊക്കെ അങ്ങോട്ടേക്ക് ഓടി വന്നു. ഇതെന്താ അമ്മേ രണ്ടുപേരും കൂടി തറയിൽ കിടക്കുന്നത് എന്ന് സുധി ചോദിച്ചപ്പോൾ തറയിൽ കിടക്കുന്നതല്ലടാ, തെന്നി വീണതായെന്ന് ചന്ദ്രമതി ദേഷ്യത്തോടുകൂടെ പറയാണ്. അവരെ എഴുന്നേൽപ്പിക്കാൻ സച്ചി വന്നപ്പോൾ അവനെ തള്ളി മാറ്റി. എന്നെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാ, തറയിൽ എണ്ണ ഒഴിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കിയതാ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചൂണ്ടിക്കാണിച്ച് ചന്ദ്രമതി അമ്മ അങ്ങ് ആക്രോശിക്കുകയാണ്. അമ്മേ അവൾക്കെന്താ വട്ടാണോ, അമ്മയ്ക്കൊന്ന് ജയിലിൽ പോകാനെന്ന് സച്ചി ദേഷ്യപ്പെട്ട് ചോദിച്ചുവെങ്കിലും അവരതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. ഈ സമയത്തന്നെ വർഷ മുന്നോട്ട് വന്ന് കാര്യങ്ങളൊക്കെ സത്യസന്ധമായി പറഞ്ഞു. ആന്റി, ഇത് രേവതി ചേച്ചിയുടെ കുറ്റമല്ല, എന്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ ചേച്ചിയെ വന്ന് തട്ടി വീഴ്ത്തിയത് കൊണ്ടാണ് എണ്ണ തറയിലേക്ക് വീണത് എന്ന് വർഷ പറഞ്ഞിട്ടും ചന്ദ്രമതി അമ്മ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പിന്നെ അതപ്പം തന്നെ തുടക്കേണ്ടേ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ഞാൻ തുണിയെടുക്കാൻ പോയപ്പോഴാണ് അമ്മ വന്നത് എന്ന് രേവതി മറുപടി നൽകി. ചന്ദ്ര അതൊന്നും തന്നെ കേൾക്കാതെ രേവതിയെ കുറേയധികം ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. സച്ചിയേട്ടൻ പറഞ്ഞത് ശരിയാണ്, ആന്റിക്ക് എപ്പോഴും രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്താൻ ഒരു കാരണം വേണം, ഇതിപ്പോ ഒരു കാരണമായി എന്ന് വർഷ തുറന്നടിച്ചു പറഞ്ഞു. വർഷയുടെ സംസാരം കേട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം കൂടി. അന്നേരം സുധി പറയുന്നുണ്ട്. സുധി അപ്പോഴാണ് തന്റെ IPC സെക്ഷൻ അറിവ് പുറത്തെടുക്കുന്നത്. ഇത് മർഡർ അറ്റംപ്റ്റ് ആണ് എന്നൊക്കെ അവൻ തള്ളുമ്പോൾ നിന്റെ തലയിലോട്ടാണ് ഈ സെക്ഷനുകളെല്ലാം ഇടേണ്ടത്, വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് സച്ചി അവനെ ശകാരിച്ചു. ഇതെന്താ വലിയ ഇന്റർനാഷണൽ ക്രൈം നടന്നതുപോലെയാണല്ലോ എല്ലാവരും പറയുന്നത് എന്ന് ശ്രീകാന്തും ചോദിക്കണേ. ചന്ദ്രമതി അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സച്ചി പോയപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. സുധിയെ കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോൾ സുധിയുടെ ബലം പോരാതെ അവർ അമ്മയുടെ മേലേക്ക് തന്നെ അങ്ങ് മറിഞ്ഞു വീണു. എന്റെ നടു ഒടിച്ചില്ലോടാ മഹാഭാബി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അലറി വിളിച്ചു. സച്ചി ഇതെല്ലാം കണ്ട് കളിയാക്കാനും മറന്നില്ല. ഒടുവിൽ ശ്രീകാന്തും വർഷയും ചേർന്ന് അവരെ കസേരയിലങ്ങ് കൊണ്ടിരുത്തുന്നുണ്ട്. കാലിനും നടുവിനൊക്കെ നല്ല വേദനയുണ്ടെന്നും പറഞ്ഞ് ചന്ദ്രമതി അമ്മ കരയുമ്പോൾ ശ്രുതി വന്ന് ഓയിൻമെന്റൊക്കെ തേച്ചു കൊടുത്തു. അന്നേരം രേവതിയെ കുറ്റം പറയാനൊന്നും അവർ മടിച്ചില്ല.
വീണ്ടും വർഷ വന്ന് രേവതിയെ സപ്പോർട്ട് ചെയ്തപ്പോൾ ചന്ദ്രമതി അമ്മക്ക് തീരെ അതങ്ങ് സഹിക്കുന്നില്ല. നീ എന്തിനാണ് എപ്പോഴും അവളെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിയുടെ ഭാഗത്തേ നിൽക്കൂ. രേവതി ചേച്ചി ഇവിടെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ ആന്റിക്ക് എന്താ അത് മനസ്സിലാവാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വർഷ അവരോട് ചൂടാവാണ്. വർഷ പോയി കഴിഞ്ഞപ്പോൾ വർഷയും രേവതിയും കൂടി പ്ലാൻ ചെയ്തതാണെന്ന് ശ്രുതിയും സുതിയും ഒക്കെ ചേർന്ന് ചന്ദ്രമതി അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് അമ്മ മനസ്സിൽ കരുതുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് രേവതി തന്റെ പരിചയത്തിലുള്ള ഒരു ചേച്ചിയെ വിളിച്ച് നാട്ടുവൈദ്യം ചോദിക്കാണ്. ചന്ദ്രമതി അമ്മക്ക് വേണ്ടിയിട്ട് ഇലകളും മറ്റും ചേർത്ത് കിഴി ചികിത്സിക്കാൻ അവൾ തീരുമാനിച്ചു. സച്ചി ഇത് കണ്ടപ്പോൾ അതിശയിച്ചു പോയി. നീ ജനിച്ചപ്പോൾ ഇങ്ങനെയാണോ അതോ ഇപ്പൊ ഇങ്ങനെ ആയതാണോ? നിന്നെ അത്രയും ചീത്ത പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് അവൻ ചോദിച്ചു. അമ്മ എന്നെ എന്ത് പറഞ്ഞാലും വേദനയോടെ ഇരിക്കുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നിൽക്കാൻ എനിക്ക് പറ്റില്ല സച്ചിയേട്ടാ എന്ന് രേവതി മറുപടി നൽകാണ്. നീ ഇത് കൊണ്ടുചെന്ന അമ്മ നിന്റെ മുഖത്തേക്ക് എറിഞ്ഞാലോ എന്ന് ചോദിച്ച് സച്ചി ഒരു ഡെമോ അങ്ങ് കാണിച്ചു തന്നു. അവൻ ചന്ദ്രമതി അമ്മയെ പോലെ അഭിനയിച്ച് എന്നെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ സ്നേഹം കാണിക്കാൻ വന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. എന്നാൽ രേവതി അതൊന്നും തന്നെ കാര്യമാക്കിയില്ല. രേവതി മുറിയിലേക്ക് വന്നപ്പോൾ ചന്ദ്രമതി അമ്മ അവളെ ആട്ടി ഓടിച്ചു. എങ്കിലും രേവതി ആ കിഴി അവിടെ വെച്ചിട്ട് പോയി. ആരും കാണാതെ ചന്ദ്രമതി അമ്മ ആ മരുന്നെടുത്ത് കാലിൽ വെച്ചപ്പോൾ അവർക്ക് നല്ല ആശ്വാസം തോന്നി. ഇതിന്റെ ചൂട് കുറഞ്ഞപ്പോൾ രേവതിയെ വിളിക്കാൻ മടിച്ചുകൊണ്ട് തന്നെ അവർ തന്നെ അടുക്കളയിലേക്ക് പോയി അത് ചൂടാക്കാൻ തീരുമാനിച്ചു. അടുക്കളയിൽ രേവതി സ്റ്റൂളിൽ കയറി മുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയായിരുന്നു. ചന്ദ്രമതി അമ്മ വന്നിട്ട് സ്റ്റൗവിന്റെ അവിടെ നിൽക്കുമ്പോൾ അറിയാതെ തന്നെ രേവതി ഇരുന്ന ആ ഒരു സ്റ്റൂള് പയ്യെ അങ്ങ് നീങ്ങിപ്പോയി. രേവതി മുകളിൽ നിന്നും താഴേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ സ്റ്റൂളില്ലാതെ അവൾ മറിയാൻ പോയി. ആ നിമിഷം സച്ചി അങ്ങോട്ടേക്ക് വരികയും രേവതിയെ പെട്ടെന്നങ്ങ് താങ്ങിപ്പിടിക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ കയ്യിലിരുന്ന പൊടികൾ മുഴുവൻ ചന്ദ്രമതി അമ്മയുടെ തലയിലേക്ക് അങ്ങ് വീണു. ഒരു പ്രേതത്തെ പോലെ വെളുത്ത പൊടിയിൽ കുളിച്ചു നിൽക്കുന്ന ചന്ദ്രമതി അമ്മയെ കണ്ടതോടുകൂടി തന്നെ സച്ചിയും രേവതിയും ആകങ്ങനെ അന്തം വിട്ട് നിന്നു പോവാണ്. ചന്ദ്രമതിയുടെ ആ രൂപം കണ്ടതും സച്ചിയും രേവതിയും ഒരു നിമിഷം ശ്വാസം വിടാൻ പോലും മറന്നുപോയി. തല മുഴുവൻ കാൽപാദം വരെ വെളുത്ത പൊടിയിൽ കുളിച്ചു നിൽക്കുന്ന ചന്ദ്രമതിയെ കണ്ടാൽ അടുക്കളയിൽ പ്രത്യക്ഷപ്പെട്ട ഏതോ ഒരു വിചിത്ര രൂപമാണെന്നേ തോന്നൂ. ദേഷ്യം കൊണ്ട് അവരുടെ കണ്ണുകളെല്ലാം ചുവന്നു തൊടുത്തു. ദേഹത്തെ പൊടി തട്ടിക്കളയാൻ ശ്രമിക്കുന്നതോറും അത് അന്തരീക്ഷത്തിൽ പടർന്നു പിടിച്ചു. രേവതി പേടിയോടുകൂടെ അമ്മയെ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെന്നുവെങ്കിലും അങ്ങോട്ടേക്ക് മാറി നിക്കടി രാക്ഷസി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി അവളെ തള്ളി മാറ്റി. ആ ബഹളം കേട്ട് ശ്രുതിയും സുതിയും വർഷയും അങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് ഓടിയെത്തി. അവിടെ കണ്ട കാഴ്ച സുതി വാ പൊളിച്ചു നിന്നുപോയി. ഇതെന്താ അമ്മേ കോലം കെട്ടി നിൽക്കാണോ? സുതി അറിയാതെ ചോദിച്ചു. ചന്ദ്രമതി കയ്യിലുണ്ടായിരുന്ന ആ ഒരു കിഴി അവന്റെ നേരെ അങ്ങ് പറത്തി ചെന്നു. ചിരിക്കടാ ചിരിക്ക്, നിന്റെയൊക്കെ അമ്മ ഇങ്ങനെ ഓരോരുത്തരുടെ ചതിയിൽപ്പെട്ടു പോകുമ്പോ നശിച്ചു പോകുമോ, നീയൊക്കെ അങ്ങ് ചിരിക്കടാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പൊട്ടിക്കരയാൻ തുടങ്ങി. അത് കേട്ട് വർഷക്ക് പിന്നെയും അങ്ങ് ദേഷ്യം വന്നു. ആന്റി, ഇതിപ്പോ ആരാ ആന്റിനെ ചതിച്ചത്? രേവതി ചേച്ചി ആന്റിക്ക് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ആ സ്റ്റൂളിൽ കയറിയത് എന്ന് വർഷ ചോദിച്ചുവെങ്കിലും ശ്രുതി അതിൽ ഇടപെട്ടു. മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അതോ പൗഡർ ഇടാൻ വേണ്ടിയിട്ടാണോ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒരുത്തി കാലൊടിക്കാൻ നോക്കി, അടുത്തവൾ ഇപ്പൊ മുഖത്ത് കരിവാരി തേച്ചു എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വിഷം കലർത്തി കൊടുക്കുകയാണ്. അമ്മ എങ്ങനെയെങ്കിലും ഈ കോലത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് സച്ചി നിർബന്ധിച്ച് പറയുന്ന സമയത്തിന്റെ ബാത്റൂമിലേക്ക് പോയി. കുളിയെല്ലാം കഴിഞ്ഞ് തിരികെ വരുന്ന ചന്ദ്രമതി അമ്മ നടുവേദനയും കാലുവേദനയും വീണ്ടും തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ ഞാൻ മരുന്ന് തൊടില്ല എന്ന് ശപഥം ചെയ്ത് കട്ടിലിൽ കിടക്കുന്ന ചന്ദ്രമതിയുടെ അടുത്തേക്ക് സച്ചി പതിയെ ചെന്നു. അമ്മേ, ആ കിഴി വെച്ചപ്പോ വേദന കുറഞ്ഞിരുന്നില്ലേ? രേവതി ഒരു പാവമായിരുന്നത് കൊണ്ടാണ് അമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും അമ്മക്ക് വേണ്ടിയിട്ട് രേവതി മരുന്നുണ്ടാക്കിയത് എന്നൊക്കെ സച്ചി പറയാൻ ശ്രമിച്ചു. എന്നാൽ ചന്ദ്രമതിയുടെ മനസ്സിൽ മറ്റൊരു പ്ലാനായിരുന്നു. അവൾ വലിയ നന്മമരമാണെന്ന് കാണിക്കാനല്ലേ ഈ നോക്കുന്നത്? നോക്കിക്കോ സച്ചി, വർഷയും കൂടി അവൾ അവളുടെ കക്ഷത്തിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു കൂട്ട് കിട്ടി. ചന്ദ്രമതി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സമയം പുറത്ത് വർഷയും ശ്രീകാന്തും തമ്മിൽ വീണ്ടും തർക്കമായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ അത് ആവശ്യമില്ലാത്ത കാര്യമല്ല രേവതി ചേച്ചി, ഈ വീട്ടിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ എനിക്ക് കാണാൻ വയ്യ. വർഷ മറുപടി നൽകി. അന്നേ ദിവസം രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ രേവതിക്ക് മാത്രം ഉറക്കം വന്നില്ല. അമ്മയുടെ അവസ്ഥ ഓർത്ത് അവൾക്ക് വിഷമം തോന്നി. അവൾ പതിയെ അടുക്കളയിലേക്ക് പോയി മറ്റൊരു മരുന്ന് തയ്യാറാക്കി. ഇത്തവണ അവൾ സച്ചിയെ കൂട്ടുപിടിച്ചു. സച്ചിയേട്ട, അമ്മക്കിത് തേച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും ആശ്വാസം കിട്ടും. ഞാൻ ചെന്ന അമ്മ എടുക്കില്ല. സച്ചിയേട്ടൻ ഇത് കൊണ്ടുപോയി കൊടുക്കാമോ എന്ന് രേവതി ചോദിച്ചപ്പോൾ സച്ചിക്ക് അവളോട് വലിയ ബഹുമാനം തോന്നി. സച്ചി ആ മരുന്നുമായി ചന്ദ്രമതിയുടെ മുറിയിലേക്ക് ചെന്നു. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. സച്ചി കള്ളം പറഞ്ഞു. അങ്ങനെ അവൻ നിർബന്ധിച്ചത് തേച്ചു കൊടുത്തു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ചന്ദ്രമതിക്ക് ശരിക്കും അങ്ങ് അത്ഭുതം തോന്നി. തലേ ദിവസം അനുഭവിച്ച ആ ഒരു വേദനയൊന്നും തന്നെ ഇപ്പോഴില്ല. കണ്ടോ സച്ചി, നീ കൊണ്ടുവന്നിരുന്ന മരുന്നിന്റെ ഗുണമാണ് ഇത് എന്ന് ചന്ദ്രമതി മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു. അല്ലാതെ അവൾ തന്ന കിഴി പോലെയൊന്നുമല്ല. ചന്ദ്രമതി വീമ്പ് പറഞ്ഞു. സച്ചി ഒന്നും പറയാതെ അടുക്കളയിൽ നിന്നിരുന്ന രേവതിയെ നോക്കിയിട്ട് കണ്ണ് ചിമ്മി കാണിച്ചു.
തൻ്റെ മരുന്ന് അമ്മയുടെ വേദനയെ തന്നെ മാറ്റിയെറിഞ്ഞു എന്ന സന്തോഷത്തിൽ രേവതിയുടെ മുഖം തെളിഞ്ഞു. വർഷയും ആ കാഴ്ച കണ്ട് പുഞ്ചിരിച്ചു. എന്നാൽ ഈ സന്തോഷമൊന്നും അധിക കാലം അങ്ങ് നീണ്ടു നിൽക്കില്ല എന്ന ഭാവത്തിൽ ശ്രുതിയും ഒരു മൂലയിൽ നിന്ന് എന്തോ ഒരു അടക്കം പറയുന്നതും കാട്ടിക്കൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.